ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലോ, അതിന് ലാഭമല്ലേ എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. അത് ബസ് വാങ്ങാൻ മാത്രമല്ല, ഏതോ മണ്ടൻ ചോദിക്കുന്ന ബസ് വാങ്ങാൻ. അങ്ങനെ ഒരു ബസ്സിന് എത്ര കോടി രൂപയെന്നാണ് അത് മണ്ടനായതുകൊണ്ട് ചോദിക്കുന്നത്, ബുദ്ധിയുള്ളവൻ ചോദിക്കില്ല. തിരുവനന്തപുരത്തെ ബസ്സുകളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ആ ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മേയർ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും KSRTC ബാധിക്കുന്ന വിഷയങ്ങളല്ല. ലാഭത്തിന്റെ വീതം കൊടുക്കണം എന്നാണ്. ലാഭം ഉണ്ടാകുമ്പോൾ കൊടുക്കും. ലാഭം ഉണ്ടെന്നുള്ള കണക്ക് നോക്കുമ്പോൾ അറിയാം. ആ കണക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോവേ. KSRTC ലാഭം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരുപാട് കടവും 2700 കോടി കടവും തിരുവനന്തപുരത്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ. അതിൽ തന്നെ ഞാൻ 2 വർഷം മന്ത്രിയായി ചുമതല എടുക്കുമ്പോൾ ഒരു ബസ്സിന്റെ ശരാശരി വരുമാനം കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ശരാശരി വരുമാനം 2500 രൂപയായിരുന്നു. ഒരു ബസ് 113 പ്ലസ് 50 ശരാശരി ഒരു ദിവസം 2500 രൂപ. 2500 കൊണ്ട് എന്താവും? അതായത് 1 കിലോമീറ്റർ ഓടുമ്പോൾ 26 രൂപയിൽ താഴെ, 24 രൂപ. അതുകൊണ്ട് എന്താവും എന്ന് പറയുന്നത്? ഇന്ന് അത് നേടുന്നത് 48 രൂപയാണ്. അപ്പൊ ലാഭമുണ്ടോ? ലാഭത്തിന്റെ വീതം തരൂ എന്നൊക്കെ ആൾക്കാർ പറയും. ലാഭത്തിന്റെ വീതമാണ് കൊടുക്കേണ്ടത്, അല്ല റവന്യൂവിന്റെ വീതമല്ല. റവന്യൂവിന്റെ ലാഭത്തിന്റെ വീതം എടുത്താൽ പഴയ നഷ്ടവും ഇപ്പോഴത്തെ ലാഭവും കൂടി ചേർത്ത് കൂട്ടിയാൽ നഷ്ടം തന്നെ. ആരോ ഒരാൾ ചോദിച്ചു, പിന്നെ മന്ത്രി പറഞ്ഞു 1133 കോടി രൂപയുടെ പദ്ധതി, നഗരവികസന പദ്ധതി. വണ്ടി വാങ്ങിച്ച പദ്ധതിയല്ല, മണ്ടന്മാർ അത് ചോദിക്കുള്ളൂ. എന്തെന്നറിയാം, ഒരു മണ്ടനെ കൊണ്ടേ അത് ചോദിക്കാം. കാരണം വെച്ചാൽ 113 വണ്ടിക്ക് 1 കോടി രൂപ വെച്ച് 113 കോടി. ഒരു മണ്ടൻ ചോദിച്ചേക്കുന്നത് അപ്പോൾ ഒരു വണ്ടിക്ക് എത്ര? 1300 ഡ്രെയിനേജ് പണിയാൻ, പൈപ്പ് ലൈൻ കൊടുക്കാൻ, തിരുവനന്തപുരം നഗരത്തിൽ റോഡുകൾ ഇടാൻ, സോളാർ പാനലുകൾ പിടിപ്പിക്കാൻ, അങ്ങനെയൊക്കെ എല്ലാ പദ്ധതി കൂടെ ചേർത്തിട്ട് കൃത്യമായ കണക്കെടുക്കുകയാണ്. കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ 1 കിലോമീറ്റർ ഓടാൻ ഒരു വണ്ടിക്ക് എത്ര രൂപ വരും. അപ്പൊ ആ പൈസ കൊണ്ട് നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. അതാണ്, അല്ലാതെ പറയുന്നത് മണ്ടത്തരങ്ങളല്ല. ഇത് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ ചുമ്മാ പറയുന്നതല്ല. തിരുവനന്തപുരത്തെ ബസ്സുകളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ആ ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മേയർ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അദ്ദേഹം ഞാനുമായിട്ട് നേരിട്ട് കാണാൻ വരുന്നുണ്ട്. അദ്ദേഹം ഞാനോട് സംസാരിക്കും. അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കണ്ട.